Hi students, welcome back. ഈ വരുന്ന +1 ഫിസിക്സ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു 6 വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ്. മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മോഷനില് മാസിനെ എന്തെന്ന് വിളിക്കും? മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ലീനിയർ ടേമിനെ ആംഗുലാർ ടേം ആക്കി പറയാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ മോഷനിലുള്ളതിനെ റൊട്ടേഷണൽ മോഷനിലേക്ക് പറയുന്നതിനെയാണ് റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലീനിയറിനെ ഒക്കെ എന്താക്കി മാറ്റിയാൽ മതി? റൊട്ടേഷണൽ ടേം ആക്കി എഴുതിയാൽ മതി. റൊട്ടേഷണൽ അനലോഗും കൊണ്ട് ഉദ്ദേശിക്കുന്ന ലീനിയർ ടേമിനെ റൊട്ടേഷണൽ ടേം ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് ലീനിയറും റൊട്ടേഷനും ഒന്ന് നോക്കാം. ലീനിയർ, റൊട്ടേഷണൽ. ഓക്കെ, ഇപ്പൊ മാസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ്. ലീനിയർ മോഷനില് മാസ് എന്ന് പറയും, റൊട്ടേഷണൽ മോഷനില് മാസിന് പകരം പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ലീനിയർ ആയിട്ട് നമ്മൾ പറയുന്ന ടേം ആണ് വെലോസിറ്റി. ലീനിയർ ടേമിൽ പറയുന്നത് വെലോസിറ്റി അല്ലെ? അപ്പൊ എന്ത് വരും? അത് റൊട്ടേഷനിൽ പറയുമ്പോൾ ആംഗുലാർ വെലോസിറ്റി. ആക്സിലറേഷൻ ആണെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ആംഗുലാർ ആക്സിലറേഷൻ, ആൽഫ. ഇനി ലീനിയർ മൊമെന്റം പി. ലീനിയർ മൊമെന്റം ആണ് പി. അപ്പൊ അതിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ആംഗുലാർ മൊമെന്റം. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആംഗുലാർ മൊമെന്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എൽ, ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഫോഴ്സ്. ലീനിയർ മോഷനിലെ ഫോഴ്സ്. അപ്പൊ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോർക്ക്. അപ്പൊ ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, റൊട്ടേഷണൽ അനലോഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീനിയർ ടേമിനെ റൊട്ടേഷണൽ ടേമിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് പറയാം റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. Okay, rotational analog of mass is moment of inertia. Second question, moment of momentum is. Moment of momentum, momentumത്തിന്റെ റൊട്ടേഷണൽ ടേം ആണ് മൊമെന്റ് ഓഫ് മൊമെന്റം. അഥവാ ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് എന്തെന്ന് പറയാ? മൊമെന്റ് ഓഫ് മൊമെന്റം. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ആംഗുലാർ മൊമെന്റത്തെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റം നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. റൊട്ടേഷണൽ അനലോഗ്
analog of linear momentum is known as angular momentum. അതാണ് first point. Rotational analog of linear momentum is known as angular momentum. First one നോക്കി, rotational analog of linear momentum. ലീനിയർ മൊമെന്റത്തെ റൊട്ടേഷൻ ആക്കി പറയുന്നതാണ് എന്തെന്ന് പറയാ, ആംഗുലാർ മൊമെന്റം. ഫസ്റ്റ് പോയിന്റ്. ഇനി ആംഗുലാർ മൊമെന്റത്തെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എൽ എന്ന് പറയുന്നത് ആർ ക്രോസ് പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് പി എന്ന് വെച്ചാൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടർ ഇൻറ്റു ലീനിയർ മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു റേഡിയസ് വെക്ടർ ഇൻറ്റു ലീനിയർ മൊമെന്റം. ഓക്കെ. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റത്തെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ പറയും, മൊമെന്റ് ഓഫ് മൊമെന്റം. എന്തെന്നാ പറയാ, മൊമെന്റ് ഓഫ് മൊമെന്റം ഈസ് നോൺ ആസ് ആംഗുലാർ മൊമെന്റം. എന്താണ് മൊമെന്റ് ഓഫ് മൊമെന്റം? മൊമെന്റ് ഓഫ് മൊമെന്റം. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം. നമുക്കറിയാം ലീനിയർ മൊമെന്റം P is equal to mass into velocity. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൊട്ടേഷണൽ മോഷനിൽ എന്തെന്ന് പറയാം, ലീനിയർ മൊമെന്റത്തിന് ആംഗുലാർ മൊമെന്റം അല്ലെ. ആംഗുലാർ മൊമെന്റം L is equal to മാസിന്, ലീനിയർ മാസിന് M. അപ്പൊ റൊട്ടേഷണൽ അനലോഗിന് എന്തെന്ന് പറയും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത് I. മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ. വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പോ L is equal to നമുക്ക് എന്തെന്ന് പറയാം, I ഒമേഗ. ആംഗുലാർ മൊമെന്റം is equal to മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഓക്കെ. അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം, ആംഗുലാർ മൊമെന്റം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതും മൊമെന്റ് ഓഫ് മൊമെന്റ് ആണ്. മൊമെന്റ് ഓഫ് മൊമെന്റം ഈസ് നോൺ ആസ് ആംഗുലാർ മൊമെന്റം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് പറയാം, മൊമെന്റ് ഓഫ് മൊമെന്റം ഈസ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റം. Okay, third one is moment of force. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ്, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിനെ പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ. ടോർക്കിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയാം, ടോർക്ക്. അപ്പൊ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക്. അതാണ് ടോർക്കിന്റെ ഫസ്റ്റ് നിർവചനം. സെക്കൻഡ് വൺ, ടോർക്ക് ടോ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, R ക്രോസ് F എന്ന് പറയാം. ഓക്കെ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F, റേഡിയസ് വെക്ടർ ഇൻറ്റു എന്ത് വരും, ഫോഴ്സ്. ഓക്കെ. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F. അത് രണ്ടാമത് നമുക്ക് ടോർക്കിന്റെ കേസ് പഠിക്കുമ്പോൾ പഠിക്കാം. നെക്സ്റ്റ്, ഇതിനെ നമ്മൾ പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്. എന്തും കൂടെ പറയാം, moment of force is known as torque. ഓക്കെ. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ടോർക്ക് ആണ്. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം F is equal to എന്താ, ma according to Newton's law. F is equal to ma. ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനെയാണ് എന്തെന്ന് പറയാ, റൊട്ടേഷണൽ അനലോഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടോർക്ക് എന്ന് പറയാം. അപ്പൊ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു
മാസിന് പകരം എന്തെന്ന് പറയാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഇൻറ്റു ആക്സിലറേഷന് പകരം എന്ത് പറയാം? ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ എന്തെന്ന് പറയാം? ആൽഫ. അപ്പൊ ടോ ഇസ് ഇക്വൽ ടു അടുത്ത ഇക്വേഷൻ കിട്ടി എന്താണ്? I ആൽഫ. F ഇസ് ഇക്വൽ ടു ma നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് ടോർക്ക് എന്താന്ന് എഴുതാം. ഓക്കെ, അടുത്തത് നമുക്ക് അറിയാവുന്നതാണ് ന്യൂട്ടൺസ് ലോ തന്നെ. F is equal to dp by dt. ഇത് ലീനിയർ പോർഷനില്. റൊട്ടേഷൻ ആകുമ്പോൾ ഫോഴ്സിന് പകരം ടോർക്ക്. ടോ is equal to d by dt of p എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ എന്തെന്ന് പറയും? ആംഗുലാർ മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റം L. ഓക്കെ, അപ്പോ ഈ രീതിയിലെല്ലാം നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? ടോർക്ക്. അപ്പൊ ഏത് ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് ആദ്യം പറയാം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F എന്ന് എഴുതാം. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് പറഞ്ഞു ചോദിക്കാം. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടോർക്ക്. ഇനി ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു I ആൽഫ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു dl ബൈ dt. അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും നമുക്ക് അറിയാവുന്നതാണ്. ഇതറിയാമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്കറിയാം. എന്ത്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. Fourth question. A child spins about a vertical axis with his hand stretched and folded. ഒരു ചൈൽഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസിൽ സ്പിൻ ചെയ്യാണ്, ചുമ്മാ നിന്ന് കറങ്ങാണ്. ഓക്കെ, ബാലറ്റ് ഡാൻസേഴ്സ് ഒക്കെ ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന പോലെ സ്പിൻ ചെയ്യാണ്. ബാലറ്റ് ഡാൻസിംഗ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ സ്പിൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ? ഒന്ന്, അദ്ദേഹം ആ കുട്ടിയുടെ കൈ എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്ത് ചെയ്തു? ഫോൾഡ് ചെയ്തു. അപ്പൊ സ്ട്രെച്ച് ചെയ്തും ഫോൾഡ് ചെയ്തും ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്പിൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പിൻ ചെയ്യാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസർവേഷൻ ലോ ബിഹൈൻഡ് ഇറ്റ്. ഏത് കൺസർവേഷൻ ലോയാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരിക? ആ കൺസർവേഷൻ ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്പിന്നിംഗ് പോസ് ഡസ് ദ ബാലറ്റ് ഡാൻസർ ഹാവ് ലെസ് ആംഗുലാർ വെലോസിറ്റി. ഏത് സ്പിന്നിംഗ് പോസിലായിരിക്കും ആംഗുലാർ വെലോസിറ്റി കുറവ്? അതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഏത് കൺസർവേഷൻ ലോയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ആ സ്പിന്നിങ് നടക്കുന്നത് ഏത് കൺസർവേഷൻ ലോയെ ബേസ് ചെയ്തിട്ടാണ്? ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ചെയ്തു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ലോ അറിയാം. F is equal to dp by dt അല്ലെ? അപ്പൊ അതിന്ന് റൊട്ടേഷൻ എഴുതാലോ. ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് എന്ന് പറയുന്നതാണ് ടോർക്ക്. ഓക്കെ, ഈക്വൽ ടു d by dt of എന്ത് വരും? P. ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തെ നമുക്ക് എന്തെന്ന് പറയാം? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം L. ഇനി if the torque acting on the body is equal to 0 എന്ന് പറഞ്ഞാൽ ടോർക്ക് 0 ആണ്. ഓക്കെ, ടോർക്ക് 0 ആണെങ്കിൽ 0 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? dl by dt. അപ്പൊ dl by dt is equal to എന്തെന്ന് പറയാം? 0 എന്ന് നമുക്ക് പറയാം. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് വിച്ച് ക്വാണ്ടിറ്റി is equal to 0? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് അല്ലെ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആണ് 0 ആയിട്ട് വരിക. അപ്പൊ നമുക്ക് പറയാം L എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ L is equal to a constant.
എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. നമ്മൾ ഇക്വേഷൻ നേരത്തെ എഴുതിയതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ ആണ് ആംഗുലാർ മൊമെന്റം. മാസിന്റേതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. വെലോസിറ്റിയുടേത് ആംഗുലാർ വെലോസിറ്റി. കണ്ടോ, L is equal to I omega. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം I omega equal to a constant. അങ്ങനെയാണെങ്കിൽ I1 omega 1 is equal to നമുക്ക് എങ്ങനെ എഴുതാം, I2 omega 2. ഓക്കെ, അപ്പൊ ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്ലനേഷൻ. When the torque acting on the body equal to 0, ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും, കൺസർവ്ഡ് ആണ്. ഓക്കെ, when the torque acting on the body equal to 0, angular momentum is conserved. ഓ, അതാണ് എഴുതേണ്ടത്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം വെച്ച് നമുക്ക് എഴുതാം I1 omega 1 is equal to I2 omega 2. അല്ലെ, I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നുള്ളത് നോക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to മാസ് ഇൻറ്റു അല്ലെ ഡിസ്റ്റൻസ് സ്ക്വയർ, mr² ആണ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമുക്ക് എടുക്കാവുന്നതാണ് I is equal to mr². ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 എങ്ങനെയായിരിക്കാം. I1 എന്ന് പറയുന്ന പൊസിഷൻ സ്ട്രെച്ച്ഡ് മാനറിലാണ്. അപ്പൊ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തേക്കാണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ മാസിന് വലിയ വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ റേഡിയസ് എന്ത് ചെയ്യും, സ്ട്രെച്ചിങ് ആണ്. അപ്പൊ റേഡിയസ് എന്ത് ചെയ്തു, കൂടി. ഓക്കെ, അപ്പൊ നോക്കിയേ, മാസ് ചേഞ്ചിങ് അല്ല, റേഡിയസ് എന്ത് ചെയ്തു, റേഡിയസ് കൂടി. റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസിങ് ആണ്. അപ്പൊ I എന്ത് ചെയ്തു, കൂടി. അല്ലെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ കൂടുതലാണ്. ഇനി I2ന്റെ കേസ് എടുത്താലോ. I2ന്റെ കേസ് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് കണ്ടീഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യാണ്. ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും റേഡിയസ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ റേഡിയസ് കുറഞ്ഞു. റേഡിയസ് കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യും, കുറയും. അല്ലെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ എന്താണ്, കുറയാണ്. ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോ നമ്മൾ പറഞ്ഞു I1 omega 1 I2 omega 2 ആയേ പറ്റൂ. അപ്പൊ I1 കൂടുതലാണ്. I1 കൂടുതലാണെങ്കിൽ ഒമേഗ എന്ത് ചെയ്തേ പറ്റൂ, omega 1 കുറയണം. അല്ലെ, ആംഗുലാർ വെലോസിറ്റി കുറയണം. എന്നാലേ I1 omega 1 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ omega 1 കുറഞ്ഞു. അപ്പൊ omega 2 ഇവിടെ എന്ത് ചെയ്യണം, I2 കുറവാണ്. അപ്പൊ എന്ത് ചെയ്യണം, കൂടണം. ഓക്കെ, അപ്പൊ നമ്മള് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന പൊസിഷനില് ആംഗുലാർ വെലോസിറ്റി എന്താണ്, കുറവാണ്. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനില് ആംഗുലാർ വെലോസിറ്റി കുറയും. ഇനി ഫോൾഡ് ചെയ്യുമ്പോഴോ ആംഗുലാർ വെലോസിറ്റി കൂടും. അപ്പൊ ഫോൾഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനില് ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്തു, കൂടി. ഓക്കെ, അപ്പൊ ബാലറ്റ് ഡാൻസേഴ്സിന്റെ കേസില് ബാലറ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യും, ഫോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഫോൾഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ കറങ്ങുക. ഓക്കെ, അപ്പോ ഫോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കൂടി അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സ്പിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കണ്ടീഷനിൽ എന്തുവരും, സ്ട്രെച്ച് ചെയ്യുന്നത് ആംഗുലാർ വെലോസിറ്റിയെ കുറയ്ക്കും. അപ്പൊ അവർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തേക്കാണ് എന്ത് ചെയ്യുക, പതുക്കെ കൈ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് വരിക. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെ, സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഡൈവ് ചെയ്യുക. കൈയും കാലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡൈവ് ചെയ്യുക. അപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, ആംഗുലാർ വെലോസിറ്റി കുറയും. ഇനി ആ ഡൈവ് ചെയ്യുന്ന സമയത്ത് ചാടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, ഇവര് കൈയും കാലൊക്കെ കൂടെ ഇങ്ങനെ ചുരുക്കി ഒരു റൗണ്ട് മാതിരിയാവും. അല്ലെ, റൗണ്ട് മാതിരിയാവുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും. അപ്പൊ ആംഗുലാർ വെലോസിറ്റി കൂടും. അപ്പൊ അവർക്ക് കൂടുതൽ ടേൺ ഇങ്ങനെ ചുറ്റി 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 വരും. ഇനി അവർ ആ വെള്ളത്തിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്ന സമയത്തോ കൈയും കാലൊക്കെ അങ്ങ് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ വീണ്ടും ഈ കണ്ടീഷനിലേക്ക് വരും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, ആംഗുലാർ വെലോസിറ്റി കുറയും. അപ്പൊ ഡൈവിന്റെ കേസ്, ഡൈവ് ചെയ്യുന്ന കേസിലും എന്ത് വരും,
ഈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, fifth question. A ring, disc and a solid sphere of equal mass and radii rolls down an inclined plane. Which comes down first? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റിങ്, ഡിസ്ക്, സ്പിയർ, സോളിഡ് സ്പിയർ, ഇത് മൂന്നുണ്ട്. ഒരു ഇൻക്ലൈൻ സർഫസ് ഉണ്ട്. ആ ഇൻക്ലൈൻ സർഫസിലൂടെ സെയിം മാസും സെയിം റേഡിയസും ഉള്ള ഈ മൂന്ന് ബോഡീസിനെയും താഴേക്ക് ഉരുട്ടിവിട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ which comes down first? ആദ്യം ആര് താഴെ എത്തും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ്, റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr². ഓക്കെ, ഇത് റിംഗിന്റെയാണ്. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr². ഓക്കെ, ഡിസ്കിന്റെ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര വരും? mr² ഡിവൈഡഡ് ബൈ 2. ഇത് ഡിസ്കിന്റെ കേസിൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റിംഗും ഡിസ്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചോളണം. ഇനി സോളിഡ് സ്പിയറിന്റെ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/5 mr². സോളിഡ് സ്പിയർ. ഓക്കെ, അപ്പോ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ ഇവിടെ mr² ആണ്, 1 mr² ആണ് അല്ലെ. ഇവിടെ ഹാഫ് mr², പകുതിയേ ഉള്ളൂ. ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? 1 mr² ആണ്. ഇതിന്റെ പകുതിയേ ഉള്ളൂ. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിംഗിന്റെ പകുതിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് കുറവാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. ഇനി മൂന്നാമത്തെ എടുക്കാം, സോളിഡ് സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 5 ആണ് അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? ഒന്നുകൂടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. അപ്പൊ ഇത് മൂന്നിന്ന് നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവ് ആർക്കാണ്? സോളിഡ് സ്പിയറിനാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സ്പിയർ അല്ലെ ഏറ്റവും കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ആർക്കാണ്? ഡിസ്കിനാണ്. അതിനേക്കാൾ കൂടുതൽ ആർക്കായിട്ട് വരും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എഴുതാം ഈ ഇക്വേഷനിൽ നിന്ന്. ഇനി നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമുക്ക് പറയാം I1 ω1 is equal to I2 ω2 അല്ലെ, അല്ലെങ്കിൽ I ω is equal to a constant. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കൂടുതലുള്ളിടത്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ളിടത്ത് ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? കുറവാണ് അല്ലെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ റിംഗിനാണ്. അപ്പൊ റിംഗിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കുറവാണ്. അപ്പൊ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെലോസിറ്റി കുറവാണ്, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുള്ളൂ? പതുക്കെ പതുക്കെ എത്തുള്ളൂ. ഓക്കെ, പക്ഷെ സോളിഡ് സ്പിയറിന്റെ കേസില് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. അപ്പൊ ഒമേഗ എന്തായിരിക്കും? കൂടുതൽ. ആംഗുലാർ വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുതലാണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ആദ്യം എത്തും. അപ്പൊ ഇതിൽ നമുക്ക് പറയാം സോളിഡ് സ്പിയർ ആണ് ആദ്യം എത്തുക, ഏറ്റവും അവസാനം എത്തുന്ന ആരായിരിക്കും? റിംഗ്. ഓക്കെ, അപ്പോ കാര്യം മനസ്സിലായല്ലോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ളതിന് ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇവിടെ റിംഗിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായതുകൊണ്ട് അതിന്റെ വെലോസിറ്റി കുറവാണ്. അപ്പൊ റിംഗ് പതുക്കെ പതുക്കെ താഴേക്ക് എത്തുള്ളൂ. സോളിഡ് സ്പിയറിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവാണ്. അപ്പൊ സോളിഡ് സ്പിയറിന് ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. വെലോസിറ്റി കൂടുതലാണെങ്കിൽ അത് ആദ്യം താഴെ. ഓക്കെ, സിക്സ് ക്വസ്റ്റ്യൻ. How will you distinguish a hard-boiled egg and a raw egg by spinning each on a tabletop? നമ്മുടെ കയ്യിൽ ഒരു ബോയിൽഡ് എഗ് ഉണ്ട്, ഒരു റോ എഗ് ഉണ്ട്. രണ്ടിനെയും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? എങ്ങനെ സ്പിൻ ചെയ്ത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിളിന്റെ ടോപ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? സ്പിൻ ചെയ്യാം. സ്പിൻ ചെയ്ത് നമുക്ക് എങ്ങനെ ബോയിൽഡ് എഗ് ആണ്, പുഴുങ്ങിയ മുട്ടയാണ്, അതുപോലെ റോ എഗ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു ബോയിൽഡ് എഗ് എടുക്കും.
അപ്പൊ ആ ബോയിൽഡ് എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഉള്ളിലുള്ള ഉണ്ണിയും അതിന്റെ പുറമെയുള്ള വെള്ളയും എല്ലാം കൂടെ എന്ത് ചെയ്യും, ഒറ്റ അല്ലെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ മാസമായിട്ട് കിടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കട്ടയായിട്ട് കിടക്കുകയാണ് ആണല്ലോ. അപ്പോ അങ്ങനെയുള്ള ബോയിൽഡ് എഗ്ഗിനെ നമുക്ക് എന്തെന്ന് പറയാം? ബോയിൽഡ് എഗ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്പിയർ ആയിട്ട് നമുക്ക് എടുക്കാം. ബോയിൽഡ് എഗ് എന്ന് പറയുന്നത് എന്തുവരും, ഉള്ളില് രണ്ടും കൂടെ കട്ട പിടിച്ച് കിടക്കാണ് അല്ലെ. അതിന്റെ എഗ്ഗും അതിന്റെ പുറമേയുള്ള വൈറ്റ് പോർഷനും എല്ലാം കൂടെ കട്ട പിടിച്ച് കിടക്കാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു സോളിഡ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ പറഞ്ഞു സോളിഡ് സ്പിയറിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏറ്റവും കുറവാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ അവിടുത്തെ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടും. ആംഗുലാർ വെലോസിറ്റി കൂടിയാൽ അത് നന്നായിട്ട് എന്ത് ചെയ്യും, സ്പിൻ ചെയ്യും. അപ്പോ ബോയിൽഡ് എഗ് എന്ത് സംഭവിക്കും, ബോയിൽഡ് എഗ് നന്നായിട്ട് സ്പിൻ ചെയ്യും. ഇനി റോ എഗ് ആണെങ്കിൽ റോ എഗ്ഗിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കാണ് അല്ലെ. അപ്പോ എന്തുവരും, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി കഴിയുമ്പോൾ എന്തുവരും, ആംഗുലാർ വെലോസിറ്റി കുറയും. ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്പിന്നിങ് കുറവായിരിക്കും. അപ്പൊ ബോയിൽഡ് എഗിനെയും എന്തോരും റോ എഗിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ബോയിൽഡ് എഗില് ഉള്ളില് കട്ടിയായിട്ടാണ് കിടക്കുക. അപ്പൊ അത് സോളിഡ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, that's all about today's portion. Thank you.